ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ തിരുവോണമായിട്ട് ദിവസമാണ്. തിരുവോണമായിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ഇന്ന് അറിയാമല്ലോ, പ്രത്യേകിച്ച് എല്ലാവരും ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളും ആഘോഷിക്കുന്നത്. ചെറിയൊരു സദ്യ, രാവിലെ അത്തപ്പൂടും, അമ്പലത്തിൽ പോവും, അങ്ങനെയുള്ള കുറേ പ്ലാന് അത്രയും മതി. പിന്നെ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റെസിഡൻസിയുടെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം പോകണം. അപ്പം എല്ലാം രാവിലെ സെറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ 6 മണിയായിട്ടുണ്ട് കേട്ടോ. 6 മണി ഞാൻ രാവിലെ എണീക്കണ്ടേന്ന്. പക്ഷേ ഇന്നലെ വന്നപ്പോഴേക്കും ലേറ്റായി. ഇന്നലെ ഉത്രാടമായിരുന്നല്ലോ. അപ്പോൾ ഇവരെയും കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വന്ന് ലേറ്റായി കേട്ടോ ഒരുപാട്. അപ്പോൾ എണീറ്റപ്പോഴേക്കും ഭയങ്കരമായിട്ട് ലേറ്റായി. പിന്നെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓരോന്നായിട്ട്. ഇവിടെ ആരും എണീറ്റിട്ടില്ല, 3 പേരും ഉറക്കമാണ്. വിച്ചു, ദച്ചു, അച്ഛനും എല്ലാം ഉറക്കമാണ്. ഇന്നലെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ചതാണ്. ഏതാണ്ട് നമ്മുടെ ജമന്തി ഹാരമൊക്കെ. പക്ഷേ ഒന്നും നടന്നില്ല. രാത്രിയായി, ഒരുപാട് ലേറ്റായി. പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇനിയിപ്പോൾ അടുക്കളയിലോട്ട് കയറണം ഫസ്റ്റ്. അതാണ് ഇനി അടുത്ത പരിപാടി. കാരണം അവരെണീക്കുന്നതിന് മുന്നേ എല്ലാ ഫുഡെല്ലാം ഉണ്ടാക്കി റെഡിയാക്കട്ടെ. രാവിലത്തെ കാപ്പി, പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യ എല്ലാം റെഡിയാക്കണം. അപ്പോൾ ഞാൻ രാത്രി ഇനിയിപ്പോൾ ഫസ്റ്റ് എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനലെല്ലാം തുറന്ന് ഇനിയിപ്പോൾ അടുക്കളയെ പണിയായിട്ട് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലോട്ട് പോകാം കേട്ടോ. കാരണം രാവിലെ അമ്പലത്തിലൊക്കെ പോകണം ഇനി. പിന്നെ അത്തപ്പൂ ഇടണം. പിന്നെ ഇവരെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ തന്നെ കുറേ ടൈം എടുക്കുമല്ലോ. അങ്ങനെ അതാണ് പരിപാടി. എന്നിട്ട് ഞങ്ങൾ നേരെ ഞാൻ ചായ ഇടാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് നിന്ന്. ഞാൻ ധരിച്ചു ഇത് ഞാൻ തന്നെ പാവാട ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തു. മറ്റേത് എൻ്റെ അപ്പച്ചി ചെയ്ത് തന്നതാണ് കേട്ടോ. ബ്ലൗസ് ധരിച്ചു ഞാൻ ഒരേപോലത്തെ എൻ്റെ നല്ലൊരു സാരി ഉണ്ടായിരുന്നേ, അത് കട്ട് ചെയ്തിട്ടാണ് സ്കേർട്ട് വെച്ചത്. അപ്പോൾ ഞാനും ദച്ചുവും കൂടി തന്നെയാണ് ഒരേപോലത്തെ ഡ്രസ്സ്. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ദച്ചുവിന് എനിക്ക് ഒരേപോലത്തെ ഡ്രസ്സ് ഇടണമെന്ന്. അങ്ങനെ ഇവിടെ ഭയങ്കര വെയിൽ, വിഷുവിനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഭയങ്കര വെയിലാണ്ട് ഇരിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഈ പൂവൊന്നും ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. ഇതെനിക്ക് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഞാൻ സാധനം ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഓരോ ദിവസമായിട്ട് ഗിഫ്റ്റ് കിട്ടിയത്. അതിനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ പൂവെല്ലാം കൂടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അതാണ് ഈ 2 കളേഴ്സേ ഉള്ളൂ. ഞാൻ പിന്നെ പൂവ് അതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള അത്ത. ഞങ്ങൾ കുഞ്ഞിലെ ആയിരുന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ എക്സാം സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തലേദിവസം തുമ്പപ്പൂ പറിച്ച് വെച്ചിട്ട് പിന്നെ വീട്ടിൽ നിറച്ച്, ഇവിടെ അല്ലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുഞ്ഞിലെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അവിടെ ചേട്ടനും അനിയത്തിനും ചേട്ടനും അനിയന്മാരും ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ 5 പേര് ഒരു വീട്ടിലായിരുന്നേ താമസിച്ച്. അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കാശി റിച്ചിയും കൂടെ വന്നിട്ടുണ്ട്. അവരും അമ്പലത്തിൽ പോയിട്ട് വന്നതാ കേട്ടോ. അങ്ങനെ അന്ന് ആ ടൈമിൽ ഞങ്ങൾ അങ്ങനെയാണ് തുമ്പപ്പൂവൊക്കെ തലേ ദിവസം പറിച്ചു വെച്ചിട്ട് അത്തയിടും. പിന്നെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പല ചെമ്പരത്തി, പിന്നെ നല്ല നല്ല പൂക്കൾ അച്ഛമ്മ ഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് തന്നെ പൂവെടുത്തിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചെടികളൊക്കെ കുറവാണ്. ചെമ്പരത്തിയൊക്കെ എന്തൊക്കെ കാണും, അത് വെച്ചിട്ട് ബാക്കിയെല്ലാം വെളിയിൽ നിന്ന് വാങ്ങിക്കണേണ്ട. അവർ പോകുന്നുണ്ട് കേട്ടോ, പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരത്തം ഒരു വഴിക്കായി. അപ്പോഴേക്കും അബി വന്നിട്ട് ഇവരെ കളിക്കാൻ അപ്പുറത്ത് നമ്മുടെ പുറകിൽ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി പോയി പാട്ടൊക്കെ പാടിയിട്ട് വന്നപ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദച്ചുവിന് എല്ലാവർക്കും വിശന്ന് കേട്ടോ നന്നായിട്ട്. തിരുവോണം ദിവസം അറിയാലോ, ഓടിച്ചാടി നടന്ന് ഭയങ്കരമായിട്ട് വിശക്ക്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടെ കസേര കളി, വെച്ചാൽ കല്യാണം കഴിക്കുന്ന പെൺപിള്ളേരെല്ലാം പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൽ കസേര കളി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പരിപാടി ഉണ്ട് കേട്ടോ. എല്ലാവരും വലിയ ആൾക്കാരുടേത് അടുത്ത ഞങ്ങളുടേതാ കല്യാണം കഴിഞ്ഞു. അതിൽ ലാസ്റ്റ് ഞാനും ചിന്നു വരെ എത്തി കേട്ടോ. അവസാനം ഞാൻ ലാസ്റ്റ് അവൾ പ്രൈസ് അടിച്ചുകൊണ്ട് പോയിട്ടോ. ഞാൻ തോറ്റ് തുന്നം പാടിയിട്ടൊന്ന്. അങ്ങനെ ഞാൻ അവളും കൂടി അടുത്ത മത്സരം നടന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാ വർഷത്തെ ഒരിക്കലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചാൻസ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ദച്ചുവിന് കളിക്കാനായിട്ട് കുഞ്ഞു പിള്ളേർ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം വലിയ പെൺപിള്ളേരിൽ കുഞ്ഞവൾ മാത്രം. അതുകൊണ്ട് ഇവളെ ആൺപിള്ളേരെ കൂട്ടത്തിലാണ്, കുഞ്ഞാൺപിള്ളേരെ കൂട്ടത്തിലാണ് കയറ്റി കേട്ടോ. അവൾ നല്ല അടിപൊളിയായിട്ട് അവരെ കൂടെ നിന്ന് മത്സരിച്ചു കേട്ടോ. ഒരു 4 വരെ ഉള്ളത് വരെ അവൾ മത്സരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഔട്ടായിപ്പോയി. പക്ഷേ
കയറി കളിച്ചു കേട്ടോ, നന്നായിട്ട് കളിച്ചു. അവസാനം അതിനൊക്കെ ഗിഫ്റ്റും കിട്ടിയ കേട്ടോ. എന്താ വെച്ചാൽ ആമ്പിള്ളേരോടെ മത്സരിച്ചതിന് പ്രോത്സാഹന സമ്മാനമായിട്ടൊരു ഗിഫ്റ്റ് അവൾക്ക് കിട്ടിയ കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് കാശിയും അബിയും പിന്നെ താഴത്തെ 2 പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ, അവളുടെ കൂടെ മത്സരിക്കുക. ഇതിൽ ഔട്ടായിപ്പോയി പാവം. പക്ഷേ അവൾക്ക് പിണക്കമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കലുണ്ടായിരുന്നു. അതിൽ ബിഗിത അച്ചു, പിന്നെ 2 അച്ചു ലച്ചു ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ വന്നിട്ട് നമ്മുടെ ആർക്കാ, അത് കഴിഞ്ഞ് മഹിമയുമായിട്ടുള്ള വേറൊരു ടീം കയറി. അതിൽ അവൾക്ക് മഹിമയ്ക്ക് കിട്ടിയ കേട്ടോ. പിന്നെ വിച്ചു ഓട്ടത്തോടോട്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അബിയും ടീമും അവരെല്ലാം കളിച്ചു. പിന്നെ അടുത്ത ദേവു മീനാക്ഷി അങ്ങനെ കുറേ അവർ കളിച്ചു. അങ്ങനെ ഓരോരുത്തർക്കും എല്ലാവർക്കും പങ്കെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കലവടി തുടങ്ങി. അത് റിച്ചിയാണ്. റിച്ചി കൊണ്ട് എവിടെയോ കലയൊക്കെ അടിച്ചിട്ട് പോയിട്ടാ. അപ്പോൾ ഈ കലവടി തുടങ്ങിയപ്പോൾ ഇടയ്ക്ക് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് കുറേ നേരം നിന്നപ്പോൾ കാല അഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലോട്ട് വന്നിട്ട് ദച്ചുതോ കല അടിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ. ഇത് കണ്ണജണ്ട മോളാണ് അച്ചു. അവള് അയ്യോ തട്ടി പൊട്ടിയില്ലെന്നേ ഉള്ളു, കലത്തിൽ തട്ടി പക്ഷെ പൊട്ടിയില്ല. പിന്നെ ദച്ചു അടുത്തത് കലയടിക്കുക. അവളെക്കാളും വലിയൊരു കമ്പുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. വലിയ കമ്പ്, അവൾക്ക് പിടിക്കാൻ പറ്റില്ല. നോക്കിയോടെ അവളുടെ കയ്യിൽ നിൽക്കില്ല, കമ്പ് താഴെ പോകും. ആ ചേട്ടൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര തരാം. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വന്നു നടന്ന് വന്നിട്ടുണ്ട്. അത് അടിക്കുന്നു? ഇല്ല അടിക്കത്തില്ല, അടിക്കാൻ പറ്റത്തില്ല, വളഞ്ഞങ്ങ് പോവും. അപ്പോൾ അച്ഛൻ എടുത്ത് വെച്ചു കൊടുക്കുകയാണ് കല. എന്നിട്ട് അത് കഴിഞ്ഞ് മഹിമ അടിച്ച് പൊട്ടിച്ചേട്ടാ, കല അടിച്ച് പൊട്ടിച്ച് മഹിമയ്ക്ക് ഈ കല അടി എല്ലാവരും കുഞ്ഞുപിള്ളേർ അത് ശ്രുതി കൊണ്ടുവന്ന് വേറെ എവിടെയോ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയവരുടേത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ചേട്ടൻ വന്ന് അടിച്ച് കലം പൊട്ടിക്കുന്നതിന് പകരം കസേര അടിച്ച് പൊട്ടിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടായിട്ട് അതിൽ വന്നിട്ട് ഇവള് ചേട്ടൻ്റെ മോളാണ്, അവള് ഫസ്റ്റ് അടിച്ചുകൊണ്ട് പോയി. പിന്നെ അമ്പിളിച്ചിയുടെ മോള് കുഞ്ഞാറ്റ, ഇത് താരയുടെ മോള്, ഇത് വന്നിട്ട് രാജീവ് ചേട്ടൻ്റെ മോള്. അപ്പുറത്തെ ഞങ്ങളുടെ കസിൻ തന്നെയാണ് മോള് നന്ദു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. വിഷു ഇങ്ങ് എത്തിയതാണ്. അവളുടെ അച്ഛൻ്റെ ആക്രാന്തം കാരണം കൊച്ചിൻ്റെ നാരങ്ങ താഴെ പോയി. അത് കഴിഞ്ഞ് പിന്നെന്താണ്, പിന്നെ വലിയവരുടേതുണ്ടായിരുന്നു നാരങ്ങ സ്പൂണ്. അതിൽ ദേവ് കൊണ്ടുപോയി കേട്ടോ പ്രൈസ്. പിന്നെ ഞങ്ങളുടേതുണ്ടായിരുന്നു. ഞാൻ വീഴാതെ എത്തി, പക്ഷേ സ്പീഡ് കുറഞ്ഞുകൊണ്ട് രഞ്ജു ചേച്ചി പ്രൈസ് അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ പരിപാടി. അത് ദച്ചു എന്താണ്, എല്ലാവരും ദച്ചുവിന് പരിചയമാണ് കേട്ടോ. ഇതെല്ലാം ഞങ്ങളുടെ കസിനാണ് കേട്ടോ. കുറേ പേരുണ്ട് കേട്ടോ, കുറേ കസിൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരോടും പോയി എല്ലാം ഹായ് ബായ് ഒക്കെ പറഞ്ഞ് ഹൈഫൈ ഒക്കെ അടിച്ചിട്ട് വരുവാണ്. അടുത്തതാണ് നമ്മുടെ വടംവലി. കാരണം സന്ധ്യയായിട്ട് നല്ല വെയിലായതുകൊണ്ട് പരിപാടി കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത് കേട്ടോ. ലേറ്റായിട്ട് തുടങ്ങിയതുകൊണ്ട് ഇപ്പം ദാ പോയി വടം വലിച്ചെടുത്തോണ്ട് പോയി. കണ്ട അങ്ങ് കൊണ്ടുപോയി. അവർ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ 3 പ്രാവശ്യമാണ് കേട്ടോ ഇവിടെ വടം വലിക്കാൻ നോക്കി. അങ്ങനെ രണ്ടാമത്തെ വെച്ചാൽ താഴെ കുറച്ച് ഇങ്ങനെ ഇറക്കമായതുകൊണ്ട് പെട്ടെന്ന് പോകുമെന്ന് വെച്ച് രണ്ടാമത് ടോസ് ഇട്ടാണ് എടുത്തത്. എന്നിട്ട് ടോസ് ഇട്ടെടുത്തിട്ട് അപ്പോൾ നോക്കിയപ്പം നേരത്തെ നിന്ന ടീമിന് ഇവിടെ തന്നെ കിട്ടിയ കേട്ടോ. എന്നിട്ട് അവസാനം വടം വലിച്ചിട്ട് നിന്നില്ല, അവർ പിന്നെയും തോറ്റു. തോറ്റു നിൽക്കണണ്ട. ഇപ്പം ശരിയാക്കി കളയാന്ന് പറഞ്ഞാണ് നിന്നത്. പക്ഷേ ഒറ്റ വലിക്ക് താഴോട്ട് പോകേണ്ടി വന്നു. നേരത്തെ ദേ പോണ് രാത്രിയായിട്ട് ഇപ്പം തന്നെ സാധാരണ 6:30 ആകുമ്പോഴേക്കും മറ്റേ അത്ത ഇളക്കണ പരിപാടിയാണ്. ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് ലേറ്റായി. കാരണം ഭയങ്കര വെയിലായതുകൊണ്ട് കുഞ്ഞു പിള്ളേരല്ലേ. പരിപാടി ഒരു 4 മണി ആ ടൈമിലാണ്. മറ്റേത് 2-3 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇവിടെ മറ്റേ കമൂൽ കയറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ പുറകിൽ വലിയൊരു പെരേടുണ്ട്, അവിടെയാണ്. അവിടെ വന്ന് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്, വലിയ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണം പൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര സൂപ്പറായിരുന്നു. എന്നിട്ട് കമൂന് കേരളത്തിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. എന്നിട്ട് അവിടെ ആൻറ്റിമാരൊക്കെ വന്ന് ഊഞ്ഞാലായിട്ട് ഈ ആൻറ്റീനെ ആട്ടി അങ്ങ് വിട്ടു കൊടുക്കണം. മിക്കവാറും ഇതിൻ്റെ മണ്ടയിൽ പോയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ ആ ലൈറ്റിൽ വന്ന് ചവിട്ടി അങ്ങൊരു എത്തി കേട്ടാ.
ഭയങ്കര വേറൊരു വൈബായിരുന്നു. കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഊഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇവിടെ നിന്ന് ഊഞ്ഞാലില്ല, അടുത്ത വിച്ചു കയറിയിട്ടുണ്ട്. വിച്ചു ഇപ്പം തൊട്ട് അങ്ങ് പറന്നു. വിഷുവിനാണെങ്കിൽ ഒരു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതാ പിന്നെ കാണാനേ ഇല്ലായിരുന്നു വിഷുവിനെ. വിഷു പേടിച്ചു കേട്ടോ, നന്നായിട്ട് പേടിച്ചു. വിഷു ഇത്രയും വിചാരിച്ചില്ല. വിഷു കണ്ണുമൊക്കെ അടച്ചിരിക്കുമായിരുന്നു. കാരണം ഞാൻ പിന്നെ കിടന്ന് അവിടെ ഞാൻ പറഞ്ഞു പതുക്കായിട്ട് എല്ലാവരും പറഞ്ഞു വിഷുവിന്. പക്ഷേ വിഷു ജസ്റ്റ് ഒന്ന് ഊഞ്ഞാൽ തൊട്ടതേ ഉള്ളൂ, വിഷു ഇറങ്ങി കേട്ടോ. വിഷുവിൻ്റെ അരക്കമൊന്നുമില്ല, അങ്ങ് പറഞ്ഞു, വെയിറ്റേ ഇല്ല വിഷുവിന്. അതുകൊണ്ട് ഭയങ്കര ഇതായിട്ട് പോകും. ഇതുണ്ട്, ഇത് മഹിമ. ഞങ്ങളൊക്കെ കുട്ടികൾക്ക് ഇന്നെങ്കിലും മറ്റേ ഒലക്ക വെച്ചിട്ടുള്ള ഊഞ്ഞാലാണ്ടിട്ടുണ്ട്. പിന്നെ അബി അങ്ങനെ ഓരോരുത്തരായിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ശ്രുതിയും മഹിമയും കൂടെ കയറി ആടാനായിട്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ മാറി കാരണം അവിടെ മറ്റേ കമുകേറ്റത്തിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ആ സമയം കൊണ്ട് എല്ലാവരും വന്ന് നിന്ന് ഊഞ്ഞാലാടി. ഈ ഊഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. അങ്ങനെ തന്നെ അതിന് വേണ്ടിയിട്ട് കയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്ന ആ ചേച്ചിമാരൊക്കെ വന്ന് എല്ലാവരും ആടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്, നാട്ടിലുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. കാരണം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താണ്, എല്ലാവരും വേറെ ഒരു മൂഡിലായിരുന്നു. എൻ്റെ ചേച്ചിമാരെല്ലാവരും ദച്ചു അതിനിടയ്ക്ക് ഇവിടെ എന്തൊക്കെയോ ഇവിടെ നിറച്ച് മഞ്ചാടി ഉണ്ട് കേട്ടോ. താഴെ മുഴുവൻ മഞ്ചാടി. ഞങ്ങളുടെ ഇവർ കുറേ ഈ ഓണ സമയത്ത് പറക്കി ഇപ്പോൾ ഒരു ഉരുളിയുടെ പകുതിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്താണ് ആ ഉരുളി നിറയ്ക്കണം, അതാണ് അടുത്ത ടാസ്ക്. എന്നിട്ട് ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടുതരാം കേട്ടോ. അങ്ങനെ ശ്രുതി എല്ലാവരും വന്ന് ദച്ചുവിനെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ദച്ചു അവിടെ ചെറുതാണ്. പിന്നെ ഏതാണ്ട് ബിബിത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ തന്നെ മോനാണ് കേട്ടോ, വല്യമ്മയുടെ മോളുടെ മോനാണ്. അവൻ ഇവളേക്കാൾ ചെറുതാണ് കേട്ടോ. അവനുണ്ട്, അവനതാ ഈ നടന്നു വരണത്. അങ്ങനെ പിള്ളേരെല്ലാം തുള്ളി ചാടി നടക്കണം കണ്ട്. അപ്പോഴേക്കും കമോക്കയറ്റത്തിനുള്ളത് അതിൽ ഫുള്ള് മറ്റേ അറിയാമല്ലോ, ഗ്രീസ്, മുട്ട, പിന്നെ ചറുകി പോണ എല്ലാ സാധനങ്ങളും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഇങ്ങനെ തുടച്ചല്ലേ മേലോട്ട് കയറാൻ പറ്റും, അല്ലാതെ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ പെൺപിള്ളേരെല്ലാം എന്താ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ കുഞ്ഞു പിള്ളേർ അവരുടേതായിട്ടുള്ള ഒരു ടീം സെറ്റ് ചെയ്ത് അവർ കളിക്കുകയാണ്. അങ്ങനെ ഇതേണ്ട ആ നെയ്യല്ല എന്താ ഓയിലും ഗ്രീസും എല്ലാം കൂടി തുടച്ച് നിൽക്കണം. കുറേ ടൈം എടുത്ത് കേട്ടോ. അപ്പോഴേക്കും കയറാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് വീട്ടിലോട്ട് വന്ന് അപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. അമ്മ വിളക്കൊക്കെ കത്തിച്ചു. എന്നിട്ട് കുഞ്ഞാറ്റ എന്തോ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരെല്ലാവരും തളർന്നു, കാരണം രാത്രിയായി. അപ്പോഴേക്കും എല്ലാവരും വന്ന് ഇരിപ്പൊക്കെ ഉറപ്പിച്ചു. കാരണം കാലൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. നേരം വെളുത്തപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഫുഡ് മേടിക്കാനായിട്ട് ഞാനും എണ്ണും കൂടെ പുറത്തു പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ മറ്റേ ആ കൊമ്മൂക്കയറ്റം കഴിഞ്ഞു പോയി കേട്ടോ. അതിന് അവർക്ക് കിട്ടി ക്യാഷ് പ്രൈസ് ആയിരുന്നേ. അതൊക്കെ കിട്ടിയിട്ട് പിന്നെ മറ്റേ എന്താണ് അത്തയിളക്കലിനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത്ത ഇളക്കാൻ വേണ്ടിയിട്ട് അമ്പുവില്ല് നോക്കിയപ്പോൾ അമ്പുവില്ലില്ല. എല്ലാ പ്രാവശ്യവും നല്ല അടിപൊളി അമ്പുവില്ല് ഉണ്ടാക്കുമായിരുന്നു. ഈ പ്രാവശ്യം ഉണ്ടാക്കില്ല. പിന്നെ ഇവരെങ്ങനെയോ ഒരു ചേട്ടൻ സെറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് പോണുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് വിച്ചുവിൻ്റെ അച്ഛൻ പോയി ഇപ്പം തകർത്ത് കളയാന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഓരോരുത്തരായിട്ട് അടിച്ചൊന്നും നടന്നില്ല. അവസാനം വിഷുവിനേക്കാളും വലിയ അമ്പായതുകൊണ്ട് വിഷുവിൻ്റെ അച്ഛൻ പോയി ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും സമ്മാനദാനം തുടങ്ങി കേട്ടോ. സമ്മാനദാനം തുടങ്ങി, ഓരോരുത്തർക്ക് സമ്മാനമൊക്കെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എന്താണ് എല്ലാവരും സമ്മാനം ഇത് കണ്ടോ. ഓരോരുത്തർ മഹിമയാണെങ്കിൽ എല്ലാ സമ്മാനവും അവളുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി. ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയ അവൾക്ക്. പിന്നെ നമ്മുടെ ചക്കു ഇല്ലേ, അരുൺചേട്ടൻ്റെ മോള്, എൻ്റെ ചേട്ടൻ്റെ മോള്, അവൾക്കാണ് ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പരിപാടിയെല്ലാം തീർന്നപ്പോൾ പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ അവസാനം പാട്ടിട്ട് ഡാൻസും ബഹളവും ഒരു രക്ഷയില്ലാത്ത കുറേ ആൺപിള്ളേരെല്ലാം ഒരു സെറ്റായിട്ട് നിന്ന് കളിക്കേക്കാം. പിന്നെ കുഞ്ഞു പിള്ളേർ വേറൊരു സെറ്റായിട്ട് നിന്ന് കളിക്കേക്കാം. പിന്നെ പെൺപിള്ളേർ വേറൊരു സെറ്റായിട്ട് നിന്ന് കളിക്കേക്കാം. ഒരു രക്ഷയില്ല. ഡാൻസും ബഹളവും ഭയങ്കര, സത്യം പറഞ്ഞാൽ ഒരു വർഷത്തിലൊരിക്കൽ വന്ന ഒരു ആഘോഷം. ഭയങ്കര നമ്മൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യട്ടോ. ഇവിടെ ഭയങ്കര പരിപാടിയാണ്. യഥാർത്ഥത്തിൽ ചക്കുവൊക്കെ അങ്ങ് താഴെയാണ്. അവിടെ അങ്ങനെ വലുതായിട്ട് പരിപാടി ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ട്. ഇന്ന് വൈകിട്ട് ഇന്ന് ഫുള്ള് അവരിവിടെയാണ്. നാളെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നാളത്തെ വീഡിയോ നാളത്തെ വീഡിയോ നമ്മുടെ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ.
ആ വീഡിയോ എല്ലാവരും കാണണം. അത് ഞങ്ങൾ വീട്ടിൽ നടത്തുന്നതാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർ, നമ്മുടെ പിള്ളേർക്ക് ഒരു സന്തോഷമാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് നടത്താം അത്. അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ പെൺപിള്ളേർ തന്നെ അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് അതാണ്ട് കുഞ്ഞു പിള്ളേർ ദച്ചു ഇറങ്ങിയില്ല കേട്ടോ. ദച്ചു ഇറങ്ങാതെ ദച്ചുവിന് ഉറക്കം വന്നത് അമ്പാടിയുടെ കയ്യിലിരിക്കുകയാണ്. ദച്ചുന് സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ദച്ചു ഭയങ്കര ഡാൻസ് ആയിരുന്നു, കുറച്ചുകൂടെ പിന്നെ ഇറങ്ങി, ഇതാണ്ട് ഇറങ്ങി ഡാൻസൊക്കെ തുടങ്ങി. കുഞ്ഞാറ്റയും വിഷുവിനും ഇത് ബിഗിതെ കാണാനില്ല കേട്ടോ. കാശി എവിടെ പോയെന്ന് അറിയത്തില്ല, റിച്ചി നിപ്പുണ്ട്. അങ്ങനെ ചാട്ടത്തോടും ബഹളത്തോടും ഒരു രക്ഷയില്ലാത്ത ചാട്ട. അങ്ങനെ ദച്ചുവിനെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് രാഴ്ചയുടെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നെ. ഉച്ചയ്ക്ക് പാടി, അത് കഴിഞ്ഞപ്പോഴേക്കും അവളെ മൂഡ് പോയേട്ടോ. അതിനുശേഷം അവൾ വിളിച്ചിട്ട് രാഴ്ചയുടെ നന്ദുവിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് അവൾ ഒരു വിധത്തിൽ പോകത്തില്ല. ചേട്ടൻ കുറേ പ്രാവശ്യം വന്ന് വിളിച്ച് പാട്ട് പാടും. പക്ഷെ അവളിലൊക്കെ ഒരു മൂഡുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ചെയ്യത്തില്ല. പക്ഷെ അവൾക്ക് ചെയ്യണമെന്ന് തോന്നി അവൾ അപ്പോഴും തന്നെ ചെയ്യും. അങ്ങനെ ഉച്ചയ്ക്ക് പോയി പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കളിച്ച് മൂക്ക് എങ്ങോട്ടാ പോയി എവിടെയോ ഇടിച്ച് ശേഷം കരഞ്ഞ് വീട്ടിലോട്ട് കയറി. അതായിരുന്നു. അപ്പോഴേക്കും ബിഗിത വന്നു കേട്ടോ. ബിഗിതയെ വന്നു. പിന്നെ ബിബിത്തപ്പോഴേക്ക് പോയി കേട്ടോ. അവൻ കുഞ്ഞിനേക്കാൾ കുഞ്ഞാ. ദച്ചുവിനിപ്പോൾ 4 വയസ്സായിട്ടുണ്ട്, അവന് 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇത് വിനോദേട്ടനാണ്, ശ്രുതിയുടെ അച്ഛനാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരനും രണ്ടും കൂടി ഭയങ്കര ഡാൻസ്. പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കുറേ വർഷം നമുക്കൊക്കെ ഉള്ളൊരു ഓണം ഉണ്ടല്ലോ, അതേ ഒരു വൈബ് ഇപ്പം കിട്ടുന്നുണ്ട്. കാരണം എല്ലാവരും കൂടി